ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ഇന്ന് ടെയിൽവിൻ സീരീസ് ഫ്രെയിംവർക്കിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടെയിൽവിന്റെ കളേഴ്സും സ്പേസിംഗും ആയിരുന്നു അല്ലേ നോക്കിയത്. ഇന്ന് നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ടൈപ്പോഗ്രഫി ആണ്. അതായത് ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റിന്റെ സൈസ്, ഫോൺ ഫാമിലി, ഫോൺ വെയിറ്റ്, ലെറ്റർ സ്പേസിംഗ്, ടെക്സ്റ്റ് അലൈൻമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ പോയിട്ട് കൺട്രോൾ/ അടിച്ചിട്ട് ടൈപ്പോഗ്രഫി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പോഗ്രഫി മോഡ്യൂൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ സൈസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സെറ്റ് ഓഫ് യൂട്ടിലിറ്റി ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഫോൺ സൈസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് എക്സ്ട്രാ സ്മോളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സസ്, പിന്നെ സ്മോള്, ബേസ്, ഇതാണ് ഡീഫാൾട്ട് ആയിട്ടുള്ള ഫോൺ സൈസ്. അതുപോലെ ലാർജ്, എക്സ്ട്രാ ലാർജ്, പിന്നെ ട്രിപ്പിൾ എക്സൽ, 4XL, 5XL നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കൊടുക്കാം. ഓക്കെ, മാത്രമല്ല ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ആർബിട്രറി വാല്യൂസ്, അതായത് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഈ ഫോൺ സൈസിന്റെ കറസ്പോണ്ടിങ് REM വാല്യൂം അതിന്റെ പിക്സൽ വാല്യൂം ഇതിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ 0.75 REM ആണ് ഫോൺ സൈസ് വരുന്നത്, 12 പിക്സലും. അതുപോലെ ലൈൻ ഹൈറ്റ് 1 REM വരും. സ്മോൾ ആണെങ്കിൽ 0.875 ആണ് വരുന്നത്. ലൈൻ ഹൈറ്റ് 1.25 REM. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത കോഡെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു ഡിവിഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു കണ്ടെയ്നർ ഡിവിഷൻ ആണ്. സോ ഞാൻ ലാസ്റ്റ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടെയ്നർ. അതുപോലെ തന്നെ ഇതിനൊരു കണ്ടെയ്നർ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നോക്കൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് അതിനെ യൂസ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ പറയണ്ട. ഇനി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ലൈം അതിന്റെ 700 ആണ് ഷെയ്ഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് പാരഗ്രാഫിൽ നമ്മളിപ്പോ കണ്ട എല്ലാ ഫോൺ സൈസും നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് ടെയിൽവിൻ CSS എന്നാണ് കൊടുക്കുന്നത്. ഇനി ക്ലാസ് വന്നിട്ട് ക്ലാസ്സിൽ നമ്മളിപ്പോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫോൺ സൈസ് അല്ലേ. സോ ടെക്സ്റ്റ് ഫസ്റ്റ് എക്സ്ട്രാ സ്മോൾ ആണ് ഫോൺ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആ കണ്ട സ്മോള്, ബേസ്, ലാർജ്, എക്സ്ട്രാ ലാർജ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഫോൺ സൈസ് എക്സ്ട്രാ സ്മോൾ തൊട്ട് 4XL വരെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, എക്സ്ട്രാ സ്മോള്, സ്മോള്, ബേസ്, ഇതാണ് ഡീഫാൾട്ട് ആയിട്ട് വരുന്നത്. പിന്നെ ലാർജ്, എക്സൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ പറ്റില്ലല്ലോ. എക്സൽ എന്ന് പറഞ്ഞിട്ട് ഡീഫാൾട്ട് ആയിട്ട് അത് 1XL തന്നെയല്ലേ. പിന്നെ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടാട്ടോ വന്നത്. സോ ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യാണ്. പിന്നെ 2XL, 3XL, അങ്ങനെ 4XL വരെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ആർബിട്രറി വാല്യൂം യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഫോൺ സൈസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റിൽ എത്ര പിക്സൽ ആണോ അല്ലെങ്കിൽ REM EM നിങ്ങൾക്ക് ഏതാണോ മെഷർമെന്റ് വരേണ്ടത് ആ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂം സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് ഫോൺ സൈസ്. ഞാനിതൊന്ന് കമന്റ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൺ ഫാമിലി ആണ്. അപ്പൊ ഫോൺ ഫാമിലിന്റെ 3 ക്ലാസ് ആണുള്ളത്. അതായത് നമ്മൾ CSS യൂസ് ചെയ്യുന്ന ഫോൺ ഫാമിലീസ് ഇല്ലേ, അത് തന്നെ. അതായത് ഫസ്റ്റ് വൺ സാൻസ് ആണ്, സെക്കൻഡ് വൺ സെറീഫ് ക്ലാസ്, പിന്നെ മോണോ, 3 ഉള്ളത്. പിന്നെ ഓരോ ഫോൺ ഫാമിലിയും സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വരുന്നത് എന്നുള്ള ഒരു സാമ്പിളും അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൺ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന 3 CSS ക്ലാസ് 3 പാരഗ്രാഫ് ടാഗിൽ കൊടുക്കുക കേട്ടോ. ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെയിൽവിൻ CSS എന്നാണ് ഞാൻ എന്റെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഇത് 3 കോപ്പി ചെയ്ത് 3 പാരഗ്രാഫ് ടാഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ക്ലാസ് കൊടുക്കുവാണ്. നെക്സ്റ്റ് നമ്മൾ ഫോൺ ഫാമിലിന്റെ ക്ലാസ് കൊടുക്കണം. അതിന് ഫോൺ ഹൈഫൺ സാൻസ്. ഈ രണ്ടാമത്തെ ക്ലാസ് ഫോൺ ഹൈഫൺ സെറീഫ്. അതുപോലെ ഫൈനൽ ക്ലാസ് മോണോ അല്ലേ, ഫോൺ ഹൈഫൺ മോണോ. എഗെയിൻ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആ ഡോക്യുമെന്റേഷനിൽ കണ്ട പോലെ ആ സെയിം ഫോർമാറ്റിൽ തന്നെ 3 ഫോൺ ഫാമിലിയും ഈ 3 ടെക്സ്റ്റിന് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫോൺ വെയിറ്റ് ആണ്. ഇപ്പൊ ഫോൺ വെയിറ്റ്
ഫോൺ വെയിറ്റിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും ക്ലാസ് ആണ്. അതായത് തിന്ന്, എക്സ്ട്രാ ലൈറ്റ്, ലൈറ്റ് നോർമൽ തൊട്ട് ബ്ലാക്ക് വരെ. അതിന് കറസ്പോണ്ടിങ് ഫോൺ വെയിറ്റ് എത്രയാന്നുള്ളത് നമ്മുടെ CSS എത്രയാന്നുള്ളത് 100 തൊട്ട് 900 വരെയുള്ള എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഗൈൻ നമുക്ക് ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഫോൺ ഫാമിലിന്റെ കോഡ് ഒന്ന് കമന്റ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഫോൺ വെയിറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫോൺ ഫാമിലി നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫോൺ ഫാമിലിന്റെ ക്ലാസ് എല്ലാം റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ഈ ഫോൺ ഫാമിലിന്ന് നമുക്ക് തിന്ന്, അതേപോലെ ബോൾഡ്, ബ്ലാക്ക് ഇത്രയും ക്ലാസ് ഒന്ന് എടുക്കാം. നിങ്ങൾ കോഡ് എഴുതുന്ന സമയത്ത് എല്ലാ ക്ലാസ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സും എടുക്കുന്നില്ല. ബോൾഡ്, ബ്ലാക്ക് ഈ 3 ക്ലാസ് എടുക്കുന്നുള്ളൂ. അഗൈൻ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ തിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ബോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 വന്നു. ഇത് കൂടാതെ ബാക്കിയുള്ള നോർമൽ, മീഡിയം നമുക്ക് വേണ്ട ഒരു നോർമലും കൂടെ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, നോർമൽ വന്നു, തിന്ന്, നോർമൽ, ബോൾഡ്, ബ്ലാക്ക് ഇത്രയും ഫോൺ വെയിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ടെക്സ്റ്റിന്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ സ്പേസിംഗ് എങ്ങനെയാ വരുന്നത് നോക്കാം. അതായത് ഒരു പാരഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെറ്റർ സ്പേസിംഗ് വരുന്നത് സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ 6 CSS ക്ലാസ് ഉണ്ട്. അതിന് ട്രാക്കിംഗ് ആണ് ആ ക്ലാസ് നെയിം. ഹൈഫൻ ഇട്ടിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റർ, ടൈറ്റ്, നോർമൽ, വൈഡ്, വൈഡർ, വൈഡസ്റ്റ്. അപ്പൊ ഈ 6 ക്ലാസ് ആണുള്ളത്. ഈ 6 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ ഫോൺ വെയിറ്റിന്റെ കോഡൊന്ന് കമന്റ് ചെയ്യുവാണ്. കോഡൊന്ന് കോപ്പി ചെയ്തിട്ട് ലെറ്റർ സ്പേസിംഗിൽ കൊടുക്കുവാണ്. ഇതിന്റെ കൂടെ തന്നെ കൊടുക്കാം. അപ്പൊ ക്ലാസ് നെയിം ട്രാക്കിംഗ് എന്നല്ലേ. ട്രാക്കിംഗ് ഏതൊക്കെയായിരുന്നു വന്നിട്ടുള്ളത്? ടൈറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈറ്റർ, ടൈറ്റ്, നോർമൽ, വൈഡ്, വൈഡർ, വൈഡസ്റ്റ്. ട്രാക്കിംഗ്, ടൈറ്റർ, ട്രാക്കിംഗ് ടൈറ്റ്, ട്രാക്കിംഗ് നോർമൽ, ട്രാക്കിംഗ് വൈഡ്. ഞാൻ വൈഡറിനും വൈഡസ്റ്റിനും കൂടെ എടുക്കുവാണ്. വൈഡർ, വൈഡസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ടൈറ്ററിൻ്റെത്. കുറച്ചും കൂടെ സ്പേസ് വന്നു ടൈറ്റിന്. മൂന്നാമത്തത് നോർമൽ ആണ്. പിന്നെ അത് കുറച്ചും കൂടെ സ്പേസ് വന്നു. അതായത് വൈഡ്, വൈഡർ, വൈഡസ്റ്റ് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്പേസ് വന്നു. അപ്പം ഇനിയാണ് ലെറ്റർ സ്പേസിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലി നമുക്ക് അലൈൻമെന്റ് നോക്കാം. ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഫാൾട്ട് ആയിട്ട് വരുന്ന ക്ലാസ് ലെഫ്റ്റ് ആണ് അല്ലെ. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ജസ്റ്റിഫൈ, സ്റ്റാർട്ട്, എൻഡ് ഇത്രയും ക്ലാസ് ആണുള്ളത്. അഗെയിൻ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ലെഫ്റ്റ്, ടെക്സ്റ്റ് റൈറ്റ്, ടെക്സ്റ്റ് സെന്റർ, ടെക്സ്റ്റ് ജസ്റ്റിഫൈ, ടെക്സ്റ്റ് സ്റ്റാർട്ട്, ഫൈനലി ടെക്സ്റ്റ് എൻഡ്. എഗെയിൻ നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ, സ്റ്റാർട്ട്, എൻഡ്. അപ്പൊ ഇത്രയാണ് അലൈൻമെന്റ് സെറ്റ് ചെയ്യുന്ന ക്ലാസ്സസ്. അപ്പൊ ഇതൊക്കെയാണ് ടൈപ്പോഗ്രഫിയിലെ മെയിൻ ക്ലാസ്സസ്. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾക്ക് ലൈൻ ഹൈറ്റ്, ലൈൻ പൊസിഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ടെക്സ്റ്റ് കളറും ഡെക്കറേഷൻ കളറൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ.